ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ദിസ് ഓൺലൈൻ ട്യൂഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഉഷാറോടെ വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ഹിന്ദി. അപ്പോൾ നമുക്ക് 4 മാർക്കിന് എല്ലാ എക്സാമും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണ് എന്ത് ആശയം. ഏത് കവിതയോ ആയിക്കോട്ടെ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ഉഡായിപ്പ് ടെക്നിക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതേപോലെ തന്നെ ഇതുപോലെ കൂടുതൽ വീഡിയോസിനായി എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. എന്നാലേ മിസ്സിന് അറിയാൻ പറ്റുള്ളൂ ഇഷ്ടപ്പെടണോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകുന്നില്ല, അറിയാം വളരെ വിലപ്പെട്ട ടൈമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതാണ് മിസ് പറഞ്ഞ ഒരു ഫോർമാറ്റ്. നമുക്കറിയാം ഡയറിക്ക് ഫോർമാറ്റ് ഉണ്ട്, ലെറ്ററിന് ഫോർമാറ്റ് ഉണ്ട്. മിസ് ആശയത്തിന് ഫോർമാറ്റ് ഉണ്ടോ? ഉണ്ടടാ. ഇതാ നമുക്ക് കുഞ്ഞ് 2 കൂടായി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും പോയിന്റിന്റെ ഒരു 2 വരി പോലും തരാണ്ടിരിക്കില്ല. ഇപ്പൊ നമുക്ക് പഠിക്കാനുള്ള ആകെ ഒരൊറ്റ പോയിന്റ് മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ ആ പോയത്തില് എന്താണ് ആ പോയത്തിന്റെ ആശയം, അല്ലെങ്കിൽ എന്താണ് അതിൽ നിന്ന് കിട്ടുന്ന മീനിങ്, ഒരൊറ്റ സെന്റൻസ് എന്ത് ചെയ്യുക പഠിച്ചു വെച്ചാൽ മാത്രം മതി. അതിതാ നമുക്ക് ഇവിടെ ഈ ഒരു പോർഷനിൽ നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഫുൾ ഉടായ്പ വഴികളാണ്. എങ്ങനെ പോയാലും മാർക്ക് തരും കേട്ടോ. അപ്പൊ നോക്കടാ, ഹിന്ദി സാഹിത്യക്ക് പ്രസിദ്ധ കവിശ്രീ. അവിടെ ആരാണ് എഴുതിയെന്ന് തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഡാഷ് ഡാഷ്. അത് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ? അപ്പോ അത് എഴുതണ്ട. പ്രസിദ്ധ കവി എന്ന് പറഞ്ഞ എഴുതണ്ട. പ്രസിദ്ധ കവിശ്രീ ആ ഒരു സാധനമില്ലേ, അത് കട്ട് ചെയ്തതിന് ശേഷം സുന്ദർ കവിത എന്ന് പറഞ്ഞ് നമുക്ക് അവിടെ തുടങ്ങാവുന്നതേ ഉള്ളൂ. പുറത്തുനിന്ന് വരുന്ന കവിതയാണെന്നുണ്ടെങ്കിൽ അവർ ഓൾറെഡി അതിൽ ഹിന്റായിട്ട് എഴുതിയ ആളും കവിതയുടെ നെയിമൊക്കെ തരുന്നതാണ്. അതല്ല ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം. ഓക്കെ, പറഞ്ഞല്ലോ. ജി ദ്വാര അല്ലെങ്കിൽ സുന്ദർ കവിത ഹേ. മലയാളം മീനിങ് നമുക്ക് നോക്കാം കേട്ടോ. ഇവിടെയാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്? കവിതയുടെ പേര് എഴുതേണ്ടത്. ഇവിടെ ആരാ എഴുതിയത്? റൈറ്ററിന്റെ അല്ലെങ്കിൽ ഓതറിന്റെ നെയിമാണ് ഇവിടെ വരേണ്ടത്. ഇവിടെയാണ് എന്ത് കവിതയുടെ പേര് വരുന്നത്. प्रतीकात्मक रचना है. इस कविता के माध्यम से कवि हमें बताना चाहते हैं कि കവി നമ്മളോട് എന്താണ് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ആകെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് തുറക്കാം, ആ ഫ്രണ്ട് പേജ് ഇൻഡെക്സ് പേജിൽ ആ ഒരു സംഭവം തുറക്കാം. തുറന്നതിന് ശേഷം ഏതൊക്കെയാണ് നമ്മളോട് കവിത എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ആ കവിതയിൽ നിന്നും എന്താണ് നമുക്ക് കിട്ടുന്ന മെസ്സേജ്, അത് ഒരൊറ്റ സെന്റൻസിൽ എന്ത് ചെയ്യുക? 1 or 2 സെന്റൻസ്. നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാവേ, ബട്ട് നമ്മൾ ഉടായിപ്പ് ആൾക്കാരായതുകൊണ്ട് നമുക്ക് ഒറ്റ സെന്റൻസിൽ നമുക്ക് കാര്യം ഒതുക്കാം. അപ്പൊ നമ്മൾ അതാണ് ഇവിടെ മിസ് ഈ വരി ഇട്ടിട്ടുള്ളത്. ഇവിടെയാണ് നമ്മളത് എഴുതേണ്ടത്. അടുത്തത്, ഇസ് കവിത की ഭാഷ बहुत सरल और सुंदर है. വളരെ സരളമായിട്ടുള്ള അല്ലെങ്കിൽ ലളിതമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. കവിനെ इस कविता में अपने विचार का परिचय देने के लिए कई प्रतीकों का प्रयोग किया है. ഇവിടെ എന്താ പറയുക നമ്മൾ എഴുതേണ്ടത്? നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വരി. ഇതെന്തായാലും ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ടാവും, തരാണ്ടിരിക്കുകയല്ല. അതിന് നമുക്ക് ഇഷ്ടമുള്ള 2 വരി എടുക്കാം. പങ്ക്തിയോ ഹമേ സമക്ലീൻ വാസ്തവികത की ओर ले जाना है. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? കവിതയുടെ സന്ദേശം എഴുതാം. ഇവിടെ നമ്മൾ കുറച്ച് ബ്ലാ 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 പറഞ്ഞു ഇവിടെ നമ്മൾ കുറച്ച് ഇങ്ങനെ എഴുതി കൊടുത്തു. അതും നമ്മൾ 2 സെന്റൻസ് അതാണ്. ചിലപ്പോൾ നമുക്ക് ഇവിടെയും നമുക്ക് എഴുതാനായിട്ട് വരാറുണ്ട്. ഏറ്റവും ലാസ്റ്റ് 3 പാരഗ്രാഫിലാണ് നമ്മൾ ഒതുക്കേണ്ടത്. ലാസ്റ്റ്, इस कविता के अर्थ इतने सहज और साफ है कि पुणे वाक्य की दरकार नहीं है. सरल शब्द वाले वाक्य स्वयं ही अपना मर्म कह देता है. इस कविता में शिल्प की बारीक कारीगरी को हम देख सकते हैं. संक्षेप में कहें तो यह एक अत्यंत സമകാലീൻ ഏവം സുന്ദർ കവിത ഹേ. മുझे यह കവിത बहुत पसंद आए. നമ്മളെ ഈ എല്ലാ കവിതയിലും നമുക്ക് എന്ത് ആശയം ചോദിച്ചാലും ടിപ്പണി ചോദിച്ചാൽ നമ്മൾ ഈ കവിത बहुत पसंद आए ഈ സെന്റൻസ് നമ്മൾ എഴുതാണ്ട് വിടില്ല. അത് അത്ര ഉടായിപ്പ് ആണെങ്കിലും ഉണ്ടല്ലോ, അത് അവിടെ തരുന്ന ആ ഒരു ഇമ്പോർട്ടൻസ്, അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അവിടെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കവിതയുടെ സന്ദേശം മനസ്സിലാക്കുക. പിന്നെന്താ, നമ്മളിവിടെ കുറച്ച് 2 വരി ആ കവിത റിലേറ്റ് ആയിട്ടുള്ള 2 വരി ക്വസ്റ്റ്യൻ പേപ്പറിനോ എക്സ്ട്രാ ആയിട്ട് നമുക്ക് എഴുതുകയോ ചെയ്യാം. പ്രശസ്ത ഹിന്ദി കവി ശ്രീ ജി, അതായത് ഇവിടെയാണ് നമ്മൾ കവിയുടെ പേര്. ദെൻ ഒരു ദ്വാര എഴുതിയ മനോഹരമായ കവിതയുണ്ട്. ഇതൊരു പ്രതീകാത്മക രചനയാണ്. ഈ കവിതയിലൂടെ കവി നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ കവിതയിലൂടെ കവി എന്താണ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അതാണ് നമ്മൾ ഇവിടെ എന്താ എഴുതേണ്ടത്? ഇവിടെ നമ്മൾ എന്താ എഴുതേണ്ടത്? കവിതയുടെ പേര്. ഓക്കെ, ഇനി താഴേക്ക് വരുമ്പോൾ ഈ കവിതയുടെ ഭാഷ വളരെ ലളിതവും മനോഹരവുമാണ്. കവി തന്റെ ചിന്തകളിലെ ഈ കവിതയിൽ അവതരിപ്പിക്കാൻ നിരവധി ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. വരികൾ നമ്മെ
സമകാലിക യാഥാർത്ഥ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു കവിതയുടെ സന്ദേശം. ഓക്കെ, അതാണ് ഇവിടെ നമുക്ക് എന്ത് ആഡ് ചെയ്യാം, വേറൊരു സെന്റൻസ് ഓഫ് കവിതയുടെ സന്ദേശം നമുക്ക് ആഡ് ചെയ്തിട്ട് അങ്ങോട്ട് തള്ളാം. ലാസ്റ്റ് ലൈനിലെ ഈ കവിതയുടെ അർത്ഥം വളരെ ലളിതവും വ്യക്തവുമാണ്, അതിന് വിശദീകരണം ആവശ്യമില്ല. നമുക്ക് എഴുതാൻ ആരെ പഠിക്കണം, നമ്മൾ അങ്ങനെ എഴുതി വെക്കന്നെ. കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന ലളിതമായ വാക്കുകൾ അവയുടെ അർത്ഥം സ്വയം വെളിപ്പെടുത്തുന്നു. ലളിതമായിട്ടുള്ള ഭാഷ ആയതുകൊണ്ട് അവിടെ എന്താണ് ലളിതമായ വാക്കുകൾ കവിതയിൽ നിന്നും തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരാമെന്നാ പറയണം കേട്ടോ. കരകൗശലത്തിന്റെ മികച്ച കരകൗശല വൈവിധ്യം നമുക്ക് ഈ കവിതയിൽ കാണാൻ കഴിയും. ചുരുക്കത്തിൽ ഇത് വളരെ സമകാലികവും മനോഹരമായ ഒരു കവിതയും. എനിക്ക് ഈ കവിത വളരെ ഇഷ്ടവുമാണ്.